ഇപ്പൊ റീൽസിലൊക്കെ തിളങ്ങി നിൽക്കുന്ന മാംഗോ പാൻ കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാ. മക്കൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ, അവര് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട്. മാംഗോ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ജാറിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് കലക്കിയിട്ട് അതിലേക്ക് ഒഴിക്കാം. അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ലൂസായിട്ടാട്ടോ വേണ്ടത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പാലോ വെള്ളമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോ കുറച്ചുകൂടി ലൂസാക്കണം, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാണ്. മക്കൾ ഇങ്ങനെ ടി വിയിൽ കണ്ടിട്ടാട്ടോ ഇത് വേണം എന്ന് പറഞ്ഞാൽ, എനിക്കിതിന്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല. പിന്നെ അനിയത്തി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. വേണമെങ്കിൽ മാത്രം കുറച്ച് മാംഗോ എസൻസ് കേട്ടോ, മാംഗോ എസൻസ് ആണ് 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. പാൻ അടുപ്പത്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ചൂടാവട്ടെ. ചൂടായതിനു ശേഷം നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഒഴിച്ചിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. നമുക്കിത് എടുക്കാം. വേണമെങ്കിൽ മാത്രം മറിച്ചിട്ടാൽ മതി കേട്ടോ, മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മാറ്റി വയ്ക്കാം. സിമ്മാക്കിയിട്ട് അടുത്തത് ഒഴിക്കാം, അല്ലെങ്കിൽ ആ ചൂട് കറക്റ്റ് ആവൂല. ഷീറ്റൊക്കെ ആക്കി വെച്ചില്ലേ, ദോശ പോലെ ചുട്ടെടുത്തില്ലേ, അതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം കേട്ടോ, വിപ്പിംഗ് ക്രീം കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന വിപ്പിംഗ് ക്രീം ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊരു പീസ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചെടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ മേലെ കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീം ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയും മടക്കി ഇവിടെ നിന്ന് ഇങ്ങനെയും മടക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെയും മടക്കാം. ഇങ്ങനെ കേട്ടോ. അങ്ങനെ എല്ലാം ചെയ്ത് കൊടുക്കാം. നമ്മൾ മറിച്ചിട്ടിട്ടാട്ടോ അത് ചെയ്യണം, അപ്പോഴാണ് ഒരു ഫിനിഷിംഗ് ഉള്ള ഭാഗത്തേക്ക് കിട്ടുള്ളൂ. നമ്മൾ ഇങ്ങനെ നല്ല ഫിനിഷിംഗ് ഉള്ള ഭാഗം മേലെ വരുന്നത് പോലെ ആക്കി കൊടുത്താൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. റീൽസിലൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കിയതാട്ടോ, എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. മക്കളെ വിളിക്കാൻ കഴിക്കാൻ. മക്കൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അവര് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ല സന്തോഷമായി. അവര് നല്ല എല്ലാം മുഴുവനും കഴിച്ചു. അപ്പൊ ഞാനും അതൊന്നൊന്ന് എടുത്ത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.